മെലിഞ്ഞതാണെങ്കിലും നല്ല മുടിയാണ്. ഞാനിപ്പോൾ കണ്ണാടി നോക്കാറേ ഇല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരാളല്ല ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ആദ്യം കാണുമ്പോൾ തന്നെ ഇതാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഇതിനെ ഒന്ന് വെളുപ്പിക്കണം, ഇവളുടെ കളറാണ് കിട്ടിയേക്കുന്നതെന്ന്. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, പക്ഷേ എനിക്ക് വെളുക്കണം. സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ പ്രകൃതിയായാലും മനുഷ്യനായാലും എല്ലാ കാര്യത്തിലും നമ്മൾ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മിക്കവാറും ആൾക്കാരുടെ മാനസിക നില തന്നെ പ്രശ്നമാക്കുന്ന രീതിയിൽ മറ്റുള്ളവർ ഒരാളുടെ സൗന്ദര്യത്തിലേക്ക് കടന്നു കയറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വന്ന ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ ഒരുപാട് പേര് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരുടെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. കാരണം ഈ ഇടയ്ക്ക് വന്ന ഒരു പേഷ്യൻ്റ് പറഞ്ഞൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, പുള്ളിക്കാരിക്ക് ഒരു 45-48 വയസ്സിന് അടുപ്പിച്ചുണ്ട്, എത്രയോ വർഷത്തിന് ശേഷം ഒരു ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പഴയ കോളേജ് ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ് 10-25 വർഷത്തിന് ശേഷം. അപ്പോൾ ഞാനന്ന് പോയി, ഇങ്ങനെയാണ് പുള്ളിക്കാരി പറയുന്നത്, ഡോക്ടർ ഞാനന്ന് ഭയങ്കര കാര്യമായിട്ട് ഒരുങ്ങി എല്ലാം ഇതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് ആ ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ചപ്പൽ ഊരിയിട്ട് വേണം കയറാൻ. ഞാൻ ആ ചപ്പൽ ഊരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പഴയ 2 ഫ്രണ്ട്സ് വന്നിട്ട് നീ വന്നല്ലോ എന്ന് ചോദിക്കുന്നതിന് പകരം നിൻ്റെ മുഖം മുഴുവൻ കറുത്താണല്ലോ ഇരിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ ഈ കരിമങ്ങലിയാണ് അവർ ഉദ്ദേശിച്ചത്. അയ്യോ നിൻ്റെ മുഖം തൂറ്റി കറുത്തു പോയല്ലോ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ നമ്മളൊരാളെ ഇത്രയും വർഷത്തിന് ശേഷം കാണുമ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്, സുഖമാണെന്ന് ചോദിക്കേണ്ടവർ വരെ ഇതാണോ ചോദിക്കേണ്ടത്? അപ്പോൾ അത്രയ്ക്ക് മോശമാണ് എൻ്റെ മുഖം. അപ്പോൾ ആ ലേഡി എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുമായിരുന്നു. ഞാനിപ്പോൾ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും അത്ര സിമ്പിൾ അല്ലായിരുന്നു ആ മാനസികാവസ്ഥ. അത് വീട്ടിൽ പോയി ഹസ്ബൻഡിനോട് ചോദിച്ചു, അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു, ആകെ വെപ്രാളപ്പെട്ടു, മുഖം പുറത്തിറങ്ങാതിരുന്ന് നോക്കി, ഫംഗ്ഷന് പോകാതിരുന്ന് നോക്കി. ഇതിന് ശേഷം അപ്പോൾ നമ്മൾ ഒരാളുടെ വാക്ക് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് പറയുന്നത്. ഹലോ, ഞാൻ ഡോക്ടർ ദിവ്യ. നിങ്ങൾ കുറച്ച് പേർക്ക് എന്നെ അറിയായിരിക്കും. ഞാനൊരു ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ട്രിവാൻഡ്രത്ത് ഡോക്ടർ ദിവ്യാസ് ഹോമിയോപ്പതിക് ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്കുണ്ട്. അപ്പോൾ ഈ ക്ലിനിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ കോസ്മെറ്റോളജി ബേസ് ചെയ്തിട്ടുള്ള പേഷ്യൻസാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് നമ്മളോട് ഷെയർ ചെയ്യുന്ന അവരുടെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരാളുടെ മുഖത്ത് നോക്കി ആൾക്കാർ പറയുമോ എന്ന് വെച്ചാൽ ഈ നമ്മുടെ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് പറയുന്നത്. നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ്. അത് ഒരു ഏജ് എന്നല്ല, എല്ലാ ഏജിലുള്ളവരോടുത്താണ് പറയുന്നത്. അതായത് ചെറിയ പ്രായം മുതലുള്ള കുഞ്ഞുങ്ങളെ തൊട്ട്, ഇപ്പം ഞാനൊരു വളരെ വിയേർഡായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. അച്ഛനും അമ്മയും കൂടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഡോക്ടറെ ഇതിനെ ഒന്ന് വെളുപ്പിക്കണം. എങ്ങനെയാണ് പറയുന്നത്? അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ നമ്മൾ അതിനെ അങ്ങനെ ഒരു കാര്യം മനസ്സിലോട്ടിടുക. എന്നിട്ട് പറഞ്ഞു ഇതിനെ ഒന്ന് വെളുപ്പിക്കണം, ഇവളുടെ കളറാണ് കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ വൈഫിൻ്റെ കളറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കൊച്ചിനും ഒരു ഇൻസെക്യൂരിറ്റി അവിടെ കൊടുത്തു കഴിഞ്ഞു, വൈഫിനും ഒരു ഇൻസെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു, ശരിക്കും കളറിലല്ല കാര്യം, നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ നല്ലൊരു പേഴ്സണാക്കി വളർത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. മാത്രമല്ല ഈ ഏജിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് വളരെ കാര്യമായി പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞാവട്ടെ. ഇതൊരു കുഞ്ഞിൻ്റെ കാര്യമാണ്. ഇനി കുറച്ചും കൂടെ ഒരു ടീനേജിലൊക്കെ എത്തുമ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് K-pop, അതായത് കൊറിയൻ ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ടീനേജേഴ്സ് ഒരുപാട് പേരുണ്ട്. അത് അവരുടെ ഡ്രസ്സിങ്ങിലായാലും അതുപോലെ തന്നെ അവരുടെ ഒരു ഫിസിക്ക്, അതായത് അറിയാലോ വളരെ സ്ലെൻഡർ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ബോഡി ഷേപ്പ് തന്നെ വളരെ ചെറുതായിരിക്കും. ഇവിടുത്തെ പിള്ളേർ ശരിക്കും പട്ടിണി കടന്നിട്ട് അതുപോലെ ആകാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും ചിന്തിക്കാനുള്ളൊരിത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് ഇവരിത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് മാറുകയാണ്. ശരി, അവരവർക്ക് വേണ്ടി മാറുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇതിനെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ മറ്റൊരാൾ പറയുകയാണ്, ഇങ്ങനെ നീ കുറച്ചും കൂടെ വെളുത്തിരുന്നാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെലിഞ്ഞിരുന്നാൽ നന്നായിരിക്കും, കുറച്ചുകൂടെ തടിച്ചിരുന്നാൽ നന്നായിരിക്കും, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കമൻസ് മിക്കവാറും പല ഭാഗത്തുനിന്നും കാണാറുണ്ട്. പിന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു അച്ഛൻ ഒരു മകനെ കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ടീനേജിൻ്റെതായ കുറച്ച് ആക്നെ ഉണ്ട് കുട്ടിയുടെ മുഖത്ത്. ഈ ആക്നെ കാരണം +2 കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിന് ആ കുട്ടി ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇതാണ് അച്ഛൻ. അത് ട്രിവാൻഡ്രത്ത് നിന്ന് വളരെ ദൂരെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് അവർ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ എനിക്ക് തന്നെ കൗതുകം തോന്നി. കാരണം എൻ്റെയൊക്കെ മുഖത്ത് അത്രയും കുരു ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇത് ഇങ്ങനൊരു ചിന്ത എങ്ങനെ വന്നു എന്നുള്ളത് ആ അച്ഛൻ പറയുന്നത്, അവനൊരു കോഴ്സിനും ഇനി ജോയിൻ ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്, ഇത് ശരിയാക്കാതെ. അപ്പോൾ അത്രത്തോളമാണ് നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്നത്.
മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളെ സൂപ്പർ കറക്റ്റ് ചെയ്യാന്ന് പറയും. അതായത് എങ്ങനെ ഇരിക്കുന്നോ അതിനെ വീണ്ടും വീണ്ടും കറക്ഷനിലൂടെ കൊണ്ടുപോയി നമുക്കൊരു പെർഫെക്റ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. ബാക്കി എല്ലാം വിടും. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ കാര്യം വിടും, നമ്മുടെ സംസാരിക്കാനുള്ള ശേഷി വിടും, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ലുക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ സ്കിൻ, അയാളുടെ കോംപ്ലക്ഷൻ, അയാളുടെ ലുക്സൊക്കെ അവർക്ക് പ്രധാനമാണ്. കാരണം അത് അവരുടെ പ്രൊഫഷനാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാർ ഇപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഗ്ലൂട്ടത്താൻ പോലുള്ള IV എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഞാൻ കണ്ടത് ശരിക്കും ഒരു മാസ വരുമാനം വളരെ തുച്ഛമായിട്ട് വരുമാനമുള്ള ഒരു കുട്ടി വന്നിട്ട് ഗ്ലൂട്ടാത്തയൺ IV എടുക്കണം, ആ ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, പക്ഷേ എനിക്ക് വെളുക്കണം, ഇങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ വെളുക്കുന്നതിനെ കുറിച്ച് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സാധാരണക്കാരുടെ ഇടയിലോട്ട് ഇപ്പം ഇത് ഭയങ്കരമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കറക്ഷൻസ്, ആവശ്യമില്ലാത്ത കറക്ഷൻസ്. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ആവശ്യമായിരിക്കും, പക്ഷേ അതല്ലാത്ത ഒരു വിഭാഗമുണ്ട്. നമ്മളത് പൈസ സ്പെൻഡ് ചെയ്യുന്നു, ഒരുപാട് ഇതിനെപ്പറ്റി കോൺഷ്യസ് ആവുന്നു. ഇനി ഇതൊന്നും അല്ലാതെ അതിനകത്ത് ഹെൽത്ത് വൈസ് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമെങ്കിൽ അതുപോലും നമ്മൾ അവഗണിക്കുന്നു. ആ രീതിയിൽ മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെ ചിലർ പറയാറുണ്ട്. എനിക്കിങ്ങനെ ആയാൽ മതി, എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയും പറയാറുണ്ട്. അതെനിക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് മിക്കവാറും ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം കൊച്ചു കുട്ടികളെ, ആദ്യം ഞാനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞല്ലോ. കൊച്ചു കുട്ടികൾ ജനിക്കുന്ന സമയത്തൊട്ടേ പറയും ഇത് അച്ഛൻ്റെ കളറാണ്, അമ്മയുടെ കളറാണ്, അല്ലെങ്കിൽ മുടി പോകുന്നതൊക്കെ എൻ്റെ അച്ഛന് കഷണ്ടിയുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ തലയിൽ മിക്കവാറും 14 വയസ്സാകുമ്പോഴേ കഷണ്ടിയാവും, ഇങ്ങനെയൊക്കെ പല ആൺകുട്ടികളും പറയാറുണ്ട്. അല്ല, അവർ അപ്പത്തൊട്ടേ ടെൻഷൻ അടിച്ച് തുടങ്ങും. അത് ഓരോ ഏജ് ഗ്രൂപ്പിൽ. ഇനി കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞിട്ട് ഇപ്പം പബ്ലിക് ഫങ്ഷൻസിനൊക്കെ പോകുമല്ലോ, കല്യാണം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക്, ഇതിനൊക്കെ പോകുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ വന്ന് ഡിപ്രഷനായിട്ട് അവർ പറയും, എനിക്ക് സത്യം പറഞ്ഞ ഡോക്ടറെ ഞാനിപ്പോൾ കണ്ണാടി നോക്കാറില്ല. മിക്കവാറും ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ഒരു ഡയലോഗാണ് മിക്കവാറും പറയുന്നത്, ഞാനിപ്പോൾ കണ്ണാടി നോക്കാറേ ഇല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും, ഒരാളല്ല ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ആദ്യം കാണുമ്പോൾ തന്നെ ഇതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്. ഇത് ആരില്ലെങ്കിലും നമ്മൾ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ വളരെയധികം ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു തോന്നലിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയത് ഒരു ഏജിലുള്ളവർക്കും എല്ലാ ഏജിലുള്ളവരെയും ഓരോ രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു ക്ലോസും കൂടെ വെച്ചാൽ പറയുന്നത്, കാണാൻ നല്ല ഭംഗിയാണ്, കറുത്തതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്, മെലിഞ്ഞതാണെങ്കിലും നല്ല മുടിയാണ്, ഇങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ട മൂക്കാണെന്നുണ്ടെങ്കിലും ചിരി നല്ല രസമാണ്. ഇങ്ങനെയൊക്കെ ഒരു ക്ലോസ് അതിൻ്റെ ബാക്കിലിട്ടിട്ടായിരിക്കും നമ്മളൊരാളെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം മാറ്റണം എന്നുള്ളതാണ്. പുതിയ ഒരു സംസാര രീതി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെരുമാറ്റ രീതി അനുസരിച്ച് ഇൻ്റർനാഷണലി ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഒരാളെ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോഡിയെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള ബാഹ്യമായ കാഴ്ചകളെ പറ്റിയോ നിങ്ങൾ നെഗറ്റീവ്സ് മാക്സിമം പറയാതിരിക്കുക. പോസിറ്റീവ് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ നെഗറ്റീവ്സ് പറയാതിരിക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ അവരെ കുറച്ച് കോൺഫിഡൻ്റ് ആക്കാനും ഹാപ്പി ആക്കാനും നോക്കുക എന്നുള്ളതാണ് മിക്കവാറും ഇപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യം. കാരണം ഇത്തരത്തിലൊരു ലേബലിംഗ് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇനി വരുന്ന തലമുറയോട് ആ ഒരു രീതിയിൽ ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറുള്ളത്. പിന്നെ നമ്മളെപ്പോഴും ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, കുട്ടികൾ പലപ്പോഴും ഈ ടീനേജേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലൊരു ഇൻസെക്യൂരിറ്റി വരുന്നത്. ഞാൻ ചോദിക്കും, വളരെ ഭംഗിയുള്ള ഒരു ബോയ് ആയാലും ഒരു ഗേൾ ആയാലും നിൽക്കുകയാണ്, കുറച്ച് നേരം കാഴ്ചയിൽ അവരെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവരുടെ അടുത്ത് ഇടപഴകി കഴിയുമ്പോൾ അവരുടെ ഒരു നോട്ടം, ഇപ്പോൾ ഒരു ബോയ്, ഞാൻ ചില പെൺകുട്ടികളെടുത്ത് ചോദിക്കും, ആ പയ്യൻ്റെ നോട്ടം എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തേക്ക് പാളിപ്പോയാൽ നിങ്ങൾക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന ആ പയ്യനോടുള്ളൊരു കാഴ്ചപ്പാട് അവിടെ മാറത്തില്ലേ എന്ന് ഞാൻ ചോദിക്കും. അപ്പം ശരിയാണ്. അപ്പം നമ്മൾ അത്രയും നേരം നമ്മൾ കണ്ട ആ ലുക്ക് വരെ നമ്മൾ മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം പോലും മാറ്റി വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ ആ വേറൊരു ഇതാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് സെയിം ആണ്. നമ്മുടെ പേഴ്സണാലിറ്റി നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ അട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടും. തിരിച്ചാണെങ്കിൽ നമ്മളിനി എത്ര ഭംഗിയായിട്ട് എവിടെയൊക്കെ കറക്ഷൻ ചെയ്ത് എന്തൊക്കെ ചെയ്താലും ഈ പറഞ്ഞൊരു നെഗറ്റീവ് ഇഫക്റ്റ് തന്നെയായിരിക്കും പോകെ ഉണ്ടാവുന്നത്. നിങ്ങൾ
ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ.